ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇന്ന് നമ്മൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓവനിലും സ്റ്റൗ ടോപ്പിലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഈസ്റ്റ് പൊങ്ങുന്നതിനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഈസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. റെസ്റ്റ് ചെയ്യാനായിട്ട് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ബണ്ണിന് ആവശ്യമായിട്ടുള്ള 1 മുട്ട നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈസ്റ്റിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഒരു 3.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 100 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഞാനതുകൊണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ചേർത്ത് കുറേശ്ശെയായിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. മഞ്ഞപ്പൊടിയെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് വരെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. നന്നായി കുഴയ്ക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ബണ്ണിന് നല്ല സോഫ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഡോയ്ക്ക് മുകളിലായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ കുറച്ച് തൂക്കി കൊടുക്കാം. പാത്രത്തിൻ്റെ എല്ലാ വശത്തും എണ്ണ നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് 2 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലുള്ള എയറൊക്കെ നമുക്ക് കളയാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഡോയൊന്ന് ഒരുപോലെ മുറിച്ചെടുക്കാം. ഇനി നമുക്കിതെല്ലാം ഓരോ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. എല്ലാ ബോൾസും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. 3 ബണ്ണ് ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുത്തത്. ബാക്കിയെല്ലാം ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെയെല്ലാം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുട്ടിയെടുത്ത ഡോ എല്ലാം മൂടി വെച്ച് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുകൾ വശം കളർ കിട്ടാനായിട്ട് ഒരു മുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കണം. അതിലേക്ക് ഒരു റിങ് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള പാൻ എടുത്ത് വെച്ച് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്തത്. 180 ഡിഗ്രിയിൽ ആദ്യം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തു. അതിനുശേഷം 180 ഡിഗ്രിയിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുത്തതാണ്. സ്റ്റൗ ടോപ്പിൽ മുകളിൽ നിന്നുള്ള ഹീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് മുകൾ വശം കളർ കിട്ടാത്തത്. എങ്കിൽ ബണ്ണ് നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഓവനിൽ ബേക്ക് ചെയ്തതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.